ഇടുക്കി തങ്കമണിയിൽ വ്യാപാരശാലയിൽ വൻ അഗ്നിബാധ. ജോസിൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ജോസിൽ, എപ്പോഴായിരുന്നു സംഭവം? നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ്? തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് തീ പിടിച്ചത് എന്നാണ് ഒരു വിലയിരുത്തൽ? വിനിഷ, ഇന്ന് പുലർച്ചെയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഇടുക്കി തങ്കമണിയിൽ ഒരു പലചരക്ക് കടയാണ് കല്ലുവിള പുത്തൻ വീട്ടിൽ ജോയിയുടെ കല്ലുവിള സ്റ്റോഴ്സ് എന്ന് പറയുന്ന പലചരക്ക് കടയിലാണ് ഇത്തരത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായത്. രാവിലെ ഒരു 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഈ കെട്ടിടത്തിന് തീ പിടിച്ചത് എന്നാണ് കരുതുന്നത്. ഈ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇടുക്കിയിലൊക്കെ ഉള്ളേരിയയിലേക്കുള്ള ആളുകൾ ഈ സമീപത്തുള്ള ഏതെങ്കിലും പലചരക്കടയിലൊക്കെ ഈ ബുക്കും പണവും എല്ലാം കൊണ്ട് കൊടുത്ത് അവിടെ ഇറക്കി വെച്ച് പിന്നീട് എടുത്തുകൊണ്ട് പോകുന്ന രീതിയൊക്കെ ഉണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കാം. ഏതായാലും നിരവധി ഗ്യാസ് സിലിണ്ടറുകൾ ആ കടയിൽ ഉണ്ടായിരുന്നു. ആ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇടുക്കിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ തങ്കമണി പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നാണ് തീ അടച്ചിരിക്കുന്നത്. ഏതായാലും സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും ഈ തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിനീഷ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി തങ്കമണിയിൽ കല്ലുവിള സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ പുലർച്ചെയോടെ തീപിടുത്തമുണ്ടായി. 12-ൽ പരം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ജോസിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.